ഗൈസ് അത്തുസ്റ്റാർ ആനിമേഷൻ ഷൈൻബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പെൻസിൽ ഫ്ലവർ ചെയ്യാനാണ് വിചാരിച്ചേക്കണം. പക്ഷെ എനിക്ക് എക്സാം ആയതുകൊണ്ട് പഠിക്കണം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് മമ്മിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, അത്തുവിന് എക്സാമാണ്. അപ്പോൾ എല്ലാവരും അത്തുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ഫ്ലവറാണ്. അതിന് വേണ്ട പെൻസിലാണ് ഇതും കൊണ്ട് ഒരു ചെറിയൊരു ഫ്ലവർ വെറുതെ ഇരുന്നിപ്പോൾ തോന്നിയതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പെൻസിൽ വേണം, ഒരു കട്ടർ വേണം, ഒരു സ്ട്രോ വേണം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഇത് ചെത്തണം. ഷേപ്പ് കിട്ടണ വിധത്തിൽ ചെത്തണേ. മുറിഞ്ഞു പോവരുത്. മുറിഞ്ഞു പോയാൽ അതിൻ്റെ ഭംഗി പോവും. മുറിഞ്ഞു പോവാണ്ട് കിട്ടണം. കണ്ടില്ലേ, ഈ രീതിയിൽ കിട്ടണം. ഒട്ടും മുറിയരുതിട്ടാ. മുറിഞ്ഞാൽ നമുക്ക് അതുപോലെ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റില്ല. ചെരിച്ച് നന്നായി പിടിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് ഫ്ലവർ ആക്കണ്ടേ. അപ്പം നമുക്ക് ഇത്രയും കിട്ടിയാൽ പോരാ, ഇച്ചിരിയും കൂടി എടുക്കാം. ഓക്കെ, നീ പഠിക്കിരുന്ന് കൈ അഴച്ച് ചെത്തി ചെത്തി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 2-3 പീസുകൾ നമുക്ക് വേണം. ഓക്കെ, ഇനി ചെറിയൊരു പെൻസിലായിട്ടാ. ചെത്തി ചെത്തി കൈ വേദനെടുക്കണം. കഴിയാറായ പെൻസിലൊക്കെ എടുത്താൽ മതിയില്ല. നല്ല പെൻസിൽ എടുത്ത് ചെത്തി ചീത്തയാക്കണ്ട. ഇത് അവളെ പഠിക്കാനിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടാന്ന് കരുതി. കൈ കഴിച്ചു. ഇത് പിള്ളേരുകളൊക്കെ ചെയ്ത് നോക്കാം, എന്നിട്ട് വീട്ടിൽ വെക്കാം കേട്ടാ. ഇങ്ങനെ ഷേപ്പായിട്ട് എടുക്കണം. ഇപ്പം നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 1 2 and 3 കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് പൂവാക്കാം. ഇനി നമുക്ക് ഒരെണ്ണം എടുക്കാം. ഈ ഒരു ഫ്ലവർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലെയർ മാത്രം ചെയ്ത് വെച്ചേക്കണ ഒരു ഇതുണ്ടായി, അത് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എടുക്കേണ്ടത് ഇത്തിരി 2 ലെയറിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായി, അതാണ് നെക്സ്റ്റ് എടുക്കേണ്ടത്. അത് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കണതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഊതിക്കളയണേ. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്വിക്ക് എടുക്കണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. ഫെവിക്വിക്ക് എടുത്തിട്ട് നമുക്ക് ഒട്ടിക്കണേ. നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി ലാസ്റ്റ് ഭാഗവും നമ്മൾ ഒട്ടിക്കണേ. കളറ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കളർ ചെയ്യാം. ഓക്കെ, ഫെവിക്വിക്ക് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈമൊന്നും ആവരുത്. കൈമായി കഴിഞ്ഞാൽ നമ്മുടെ തൊലിയും കൊണ്ടേ അത് പോവുള്ളൂ. ഓക്കെ, നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്ട്രോ എടുക്കാം. സ്ട്രോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റാം.
സ്ട്രോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇത് കൂട്ടി പിടിച്ച് ഒട്ടിക്കണം. അപ്പം നമ്മൾക്ക് നമ്മുടെ സ്ട്രോ സിസർ നമുക്ക് ഈ സ്ട്രോയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്കത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഇത് കൂട്ടി പിടിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഫെവിക്വിക്ക് അപ്ലൈ ചെയ്യാം. നമ്മളപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പീസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടൈറ്റിന് വേണ്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്യൂക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടൈറ്റ് ചെയ്തിരുന്നോളൂ. കൈമൊന്നും വീഴരുതിട്ടാ. ഇനി എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്കിവിടെ അവൾ പഠിക്കാം. അത്തു നീ പഠിക്കരുന്ന് എവിടെ? ഇനി ഒരു കടലാസ് എടുത്തിട്ടുണ്ട്, റെഡ് കളറ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. നീ ഇത് പഠിക്കേ, എന്നെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല കേട്ടാ. എന്നാൽ പഠിച്ചോ, പഠിക്കേ. ഇനി ഇത് നമുക്ക് ചുരുട്ടി കൂട്ടാം. തേങ്ങ ഒരു ചെറിയൊരു ബോൾ പോലെ കണ്ടാ. ഇനി അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് കളർ കൊടുക്കാം. കളർ കൊടുക്കാനായിട്ട് നമ്മൾ മാർക്കർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പറ്റില്ല എന്നൊന്നും അറിഞ്ഞോട്ടെ. ചെറുതായിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചതാണ്. നമ്മളൊരു റോസാപ്പൂ ഷേപ്പിൽ എടുക്കാമെന്നൊക്കെയാണ് ആഗ്രഹം. പറ്റുമെന്ന് അറിഞ്ഞൂടാ, ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളൂ വീഡിയോസൊക്കെ ഇടാനായിട്ട്. ഞാൻ കണ്ണാട സ്ഥിരം വെക്കൂല കേട്ടാ. വായിക്കാൻ നേരത്തും ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ നേരത്ത് മാത്രം എടുക്കുള്ളൂ. സ്ഥിരം വെക്കാൻ എനിക്കിഷ്ടമില്ല. അവൾക്ക് പരീക്ഷയ്ക്ക് 0 കിട്ടുള്ളൂ. എന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആകെ കളർ കൊടുക്കണം. കോളായാന്ന് അറിഞ്ഞൂടാ. ലാസ്റ്റ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്ത് വന്നപ്പോൾ അത് ഇങ്ങനത്തെ ഷേപ്പിലാണ് കിട്ടിയത്. ഇത് റോസാപ്പൂവിനെ പോലെ ഉണ്ടല്ലേ, റോസാപ്പൂ പോലെ ഇല്ലേ? കുറച്ചും കൂടി കളറ്. ഇത് മാർക്കർ നല്ല മാർക്കറാണ്, പക്ഷെ ഇത് മേടിച്ചിട്ട് എന്തോ ഇങ്ങനെ
നിൻ്റെ അടുത്ത് ഫാബ്രിക് പെയിൻ്റ് ഇല്ലേടി? എല്ലോ അപ്പം നമ്മുടെ എല്ലാ ടച്ചിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയേക്കണ പൂവാണിത്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? ഇത് നമുക്ക് കണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു റോസാപ്പൂ, കൊച്ചു റോസാപ്പൂ. നമുക്ക് ഇതുപോലത്തെ ഇനി കുറച്ച് എണ്ണം കൊണ്ട് ഉണ്ടാക്കണം. അപ്പം ഇപ്പം നേരില്ല, പിന്നെ ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവരും. അപ്പം ഈ ഇങ്ങനത്തെ പെൻസിലും കൊണ്ട് ഫ്ലവറും ഉണ്ടാക്കാം. ഓക്കെ, ബൈ.